ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, പെട്ടെന്നൊരു ദിവസം നിങ്ങൾ മരണപ്പെട്ടു. വീഡിയോ തുറന്ന ഉടനെ ദുശകുനം പറയാന്ന് വിചാരിക്കേണ്ട, എല്ലാവരും മരിക്കുമല്ലോ. ആ മരണം കുറച്ച് നേരത്തെയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം ചെറിയ ആശ്വാസം ഉണ്ടാവും മനസ്സിന്. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ശവത്തെ കാണുന്നത് ദുശകുനാണെന്ന് ആരും പറയാറില്ല, ഭാഗ്യാണെന്നാണ് പറയാറ്. ഒരുപക്ഷെ മരിച്ചുപോയ ആളെയും നാട്ടുകാർ ചീത്ത പറയണ്ട, തെറി പറയണ്ട, പഴിക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കും പഴമക്കാര് അതിനെ നല്ല ശകുനമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്കിടയിൽ ഇതെങ്കിലും നന്നായി. ഇവിടെ ഒരു പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് അവളുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊല ചെയ്യപ്പെടുന്നു. തൊള്ളട്ട് കരഞ്ഞു പെണ്ണ് മരിച്ചു. പക്ഷെ കണ്ണു തുറക്കുമ്പോൾ വീണ്ടും അവൾ ആ പ്രഭാതത്ത് തന്നെ എഴുന്നേക്കാണ്. പഴയ അതേ അവസ്ഥയിൽ, അതേ സ്ഥലത്ത്. വീണ്ടും അവള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ജീവിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ചാവുന്നു, വീണ്ടും ജനിക്കുന്നു. ഇതെന്താ അത്? സംഭവം അവള് കൊല ചെയ്യപ്പെടുകയാണ്, മരണപ്പെട്ട് ഒരേ ടൈം ലൂപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ്, പുറത്തു വരാൻ കഴിയുന്നില്ല. സോ ഇവളുടെ കൊലയാളി ആരാണെന്ന് ഇവൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നാലേ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പറ്റുള്ളൂ. സോ അവള് കണ്ടുപിടിച്ചോ, പുറത്തേക്ക് ചാടിയോ, എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള വളരെ രസകരമായ ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഹാപ്പി ഡെത്ത് ഡേ 2017 ഈ മൂവി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കോളേജിലെ ക്ലോക്ക് ഹൗസ്. അതിൽ സമയം കാണിക്കുന്നുണ്ട്, പക്ഷെ 4 ഭാഗത്തും വരെയുള്ളത് കൊണ്ട് എത്ര മണിയായെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നേരം പിളർന്നു. ഒരു പെൺകുട്ടി കണ്ണ് തുറന്നു നോക്കുന്നു. അവൾ എവിടെയാണെന്ന് അവൾക്കൊരു ബോധമില്ല. അപ്പോഴാണ് അതേ മുറിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, നീ എഴുന്നേറ്റോ? നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽപ്പിക്കാതിരുന്നത്. അവളൊന്നും പറയില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ഡാഡി വിളിക്കുന്നുണ്ട്. ഫോണിൽ സമയം കാണാം 9 മണിയാണ്. ഇവൾ എഴുന്നേറ്റ് വസ്ത്രം മാറുന്നു. ചെക്കൻ ഡീസന്റ് പയ്യനായതുകൊണ്ട് അവൻ അവളെ നോക്കുന്നില്ല. മാറി എന്നിട്ട് പറയും, ഇന്നലെ നീ നല്ല ഫിറ്റായിരുന്നു, എന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതിനും അവള് മറുപടി പറയില്ല. എനിക്ക് തലവേദനിക്കുന്നു, ടൈലനോൾ ഗുളികയുണ്ടോ എന്നാണ് അവള് ചോദിക്കുക. ഇവൻ ആ ഗുളിക തപ്പി പിടിച്ചെടുത്തിട്ട് എന്റെ പേര് കാർട്ടർ ആണെന്ന് പറയും. അപ്പൊ ആ പെണ്ണ്, ഇവിടെ നടന്ന സംഭവം ഒന്നും പുറത്ത് പറയരുത്, ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ്. പോകാൻ നേരം ഈ പയ്യന്റെ കൂട്ടുകാരൻ, റൂംമേറ്റ് ആ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാടാ കാര്യപരിപാടിയൊക്കെ കഴിഞ്ഞോ എന്ന് പറഞ്ഞിട്ട്. ഇവൾ അവിടെ ഉണ്ടായിരുന്ന കാര്യം അവനറിയില്ല. അവളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. സംഭവം ഇന്നലെ രാത്രി ഫിറ്റടിച്ച് ഏതോ ഒരു അപരിചിതനായ പയ്യന്റെ കൂടെ ചെന്ന് അവന്റെ മുറിയിൽ കിടന്നായിരുന്നു അവള്. 2 പേരും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. ഇത് ക്യാമ്പസിനകത്ത് തന്നെയുള്ള ഒരു ഹോസ്റ്റലാണ്. അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ഒരു കോലുമുടിയൻ ഫ്രീക്കനെ കാണുന്നുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിന് സപ്പോർട്ട് തരൂ, ഒരു സൈൻ ചെയ്തു തരൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗുണ്ടു പെൺകുട്ടിയും വരുന്നുണ്ട്. ആരും ഇവള് മൈൻഡ് ചെയ്യുന്നില്ല. വെള്ളം സ്പ്രേ ചെയ്ത് ഒരു കപ്പിള് നനയുന്ന ഇവള് കാണും. മുന്നോട്ട് പോകുമ്പോൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരിലെ ഒരുവൻ ബോധം കെട്ട് വീഴുന്നതും ഇവള് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഏതൊരു പയ്യൻ ഇവൾക്കെതിരെ വന്നിട്ട്, ട്രീ, നീ എന്താ എനിക്ക് റീപ്ലൈ തരാത്ത? ഞാൻ എത്ര നാളായി നിനക്ക് മെസ്സേജ് അയക്കുന്നു, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, നമ്മൾ ഒരു ഡേറ്റിന് ഒരുമിച്ച് പോയി, അതുകൊണ്ട് ഞാൻ നിനക്ക് റിപ്ലൈ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പിന്നെ ആ ഡേറ്റ് അത്ര നന്നായിരുന്നില്ല. ഏതെങ്കിലും ഒരു ആൺകുട്ടി പെൺകുട്ടിയെ സബ്വേക്ക് വിളിച്ചോണ്ട് പോവോ ഡേറ്റിന് വേണ്ടി? നിന്റെ കാലിന് നീളമുണ്ടെങ്കിൽ നീ നടന്നു പോയാൽ മതി, എന്നെ അതിന് കൂടെ കൂട്ടണമെന്ന് വിചാരിക്കണ്ട എന്നും പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് മാറിപ്പോകും. ലേശം അഹങ്കാരം, ലേശമല്ല നല്ല അഹങ്കാരമുള്ള പെണ്ണാണ്. ആരും ഒരു മൈൻഡും ഇല്ല, റെസ്പെക്റ്റും ഇല്ല, കനത്ത ആറ്റിറ്റ്യൂഡും. ഹോസ്റ്റലിനകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു ഏഷ്യൻ പെൺകുട്ടി ഇരിപ്പുണ്ടാവും. അതിനെ ഇവള് മൈൻഡ് ചെയ്യുന്നില്ല. ഒച്ചവയ്ക്കാതെ അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു കൂട്ടുകാരി പിടിക്കുക. ഇന്നലെ രാത്രി എവിടെയായിരുന്നടി, ആരുടെ കൂടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയും, ആരുടെ കൂടെയല്ല, ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പൊ കൂട്ടുകാരി, നീ എവിടെ വേണേലും കറങ്ങിക്കോ, പക്ഷെ പോകാൻ നേരം കോണ്ടം കൊണ്ടുപോകാൻ മറക്കണ്ട. അവസാനം വയറ്റിലായിട്ട് ഇവിടെ വന്ന് കരയേണ്ട അവസ്ഥയാക്കരുത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഹൗസ് മീറ്റിംഗ് ഉണ്ട്, വരാതെ പോകരുതെന്നും പറഞ്ഞ് ആ കൂട്ടുകാരി പറഞ്ഞോളൂ. ഇവള് മുറിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു റൂംമേറ്റ് ഉണ്ട്, ഡാനിയല്ലേ. അവസാനം നീ വന്നോ, ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ പെണ്ണിന് ബോധം വരിക. ഞാൻ ഒരുപാട് വൈകിയല്ലോ, പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ് ഇവള് ചാടി പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ റൂംമേറ്റ് കയ്യിലുള്ളൊരു കപ്പ് കേക്കുമായിട്ട് വരും. എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, ഞാനിത് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? ഹീറോയിൻ ചോദിക്കും, നിനക്കെങ്ങനെ മനസ്സിലായി എന്ന്. ഇവള് പറയും, ഡ്രൈവിംഗ് ലൈസൻസിൽ കണ്ടതാണെന്ന്. എന്തായാലും കേക്ക് തന്നല്ലേ. ഒരു ഊതി ആ കേക്ക് വാങ്ങിച്ച് കുപ്പത്തൊട്ടിയിട്ട് ഇവൾ ഇറങ്ങിപ്പോകും. എനിക്ക് കേക്ക് കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഒരു വൃത്തികെട്ട സ്വഭാവം, സഹായിക്കുന്നവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം. എന്തായാലും ആ സീനെല്ലാം കഴിയുമ്പോൾ ഇവള് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. വൈകിയാണ് വരുന്നത്. ആരോടൊന്നും പറയാതെ ചെന്ന് അവളുടെ ബെഞ്ചിലിരിക്കും. എന്നിട്ട് ഈ മാഷിനെ കണ്ണെടുക്കാതെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. എന്താണാവോ സംഭവം? നമ്മൾ ഇടപെട്ട സദാചാര എന്ന് പറയും. ക്ലാസ് കഴിഞ്ഞ് ഉച്ച സമയമാകുമ്പോൾ ഇവരുടെ ഹൗസ് മീറ്റിംഗ്. നമ്മൾ നേരത്തെ കണ്ട ആ പെൺകുട്ടിയാണ് ഹൗസ് ക്യാപ്റ്റൻ.
അവൾ ഘോരം നല്ല നടപ്പിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു പാവം പെണ്ണ് തട്ടേ നിറച്ചും തിന്നാനുള്ള സാധനങ്ങളായിട്ട് വരാം. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിന്ന് പെരുക്കാൻ വേണ്ടിയിട്ടാണ് നീ വന്നേക്കുന്നത്, നിനക്കൊരു മര്യാദ ഇല്ലടി ഗുണ്ടപ്പി എന്ന് പറഞ്ഞ് ഈ ക്യാപ്റ്റൻ ആ പെൺകുട്ടീനെ അപമാനപ്പെടുത്തും. അത്രയും തടിയൊന്നുമില്ല ആ പെണ്ണിന്. പാവം സങ്കടപ്പെട്ട് അത് എഴുന്നേറ്റ് പോകുമ്പോഴാണ് എതിരെ നമ്മുടെ ഹീറോ ചെറുക്കൻ വരുന്നത്. രണ്ടുപേരും കൂട്ടിയിടിച്ച് ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് മൊത്തം ഹീറോയിന്റെ പുറത്താവും. ഇവൻ സോറി, അറിയാതെ പറ്റിയതാ, ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു, നീ ഈ സാധനം മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ലോക്കറ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ എന്തോ പറയാൻ വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് താല്പര്യമില്ല അത് കേൾക്കാൻ. അതുകൊണ്ട് സോറി എന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ അവിടുന്ന് മാറിപ്പോ. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവള് നേരെ അടുത്ത ആശുപത്രിയിലേക്ക് വരുന്നു. ഈ സമയത്തും അവളുടെ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ കോൾ എടുക്കുന്നില്ല. ഈ ആശുപത്രിയിലാണ് നമ്മുടെ റൂംമേറ്റ് ജോലി ചെയ്യുന്നത്, നഴ്സായിട്ട്. അവൾ ഹീറോയിനെ കണ്ടിട്ട് പറയും, നീ ഇവിടെ വരുന്ന എന്തുകൊണ്ടാന്ന് എനിക്കറിയാം, നീ ഈ കാണിക്കുന്നതിന് പല കോൺസിക്വൻസസും ഉണ്ടാവും, അതൊക്കെ അറിഞ്ഞിട്ടാണോ നീ ചെയ്യുന്നത്. അതിന് നമ്മുടെ പെണ്ണ് പറയും, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന്. എന്നിട്ട് നേരെ ഇവള് ആരെയാ കാണാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട സാറിന്. രണ്ടും തമ്മിൽ ക്രിയോവസ്ഥാന ചുംബ അതും അൺകൺട്രോളബിളി അങ്ങനെ തീവ്രതയിൽ മുത്തം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വന്ന് കതകി മുട്ടുന്നത്. നോക്കുമ്പോൾ സാക്ഷാൽ ആ ഡോക്ടറുടെ ഭാര്യ. ഇവള് നല്ല പിള്ളയെ പോലെ കസേര കയറി ഇരിപ്പുണ്ട്. ഇതെന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയും ഡോക്ടർ. എന്നാൽ ഭാര്യയ്ക്ക് ചെറിയ സംശയം. കതക് പൂട്ടി വെച്ചിട്ട് സ്റ്റുഡന്റും ഡോക്ടറും തമ്മിൽ എന്താണ് ഒരു പരിതസ്ഥിതി. എന്തായാലും അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇവള് റൂമിലേക്ക് തിരിച്ചു വരുന്നു. വൈകിട്ട് നമ്മുടെ കൂട്ടുകാരി ഹൗസ് ക്യാപ്റ്റൻ വരുന്നുണ്ട്, ഹീറോയിന്റെ വസ്ത്രം ധരിച്ചിട്ട്. ഇന്ന് വൈകിട്ട് എനിക്കൊരു ഡേറ്റ് ഉണ്ടെന്ന് അവള് പറയും. എന്നിട്ട് നീ എപ്പോഴാണ് നിന്റെ അച്ഛനെ കാണാൻ പോകുന്നത്, ഇന്ന് ഡിന്നർ അച്ഛന്റെ കൂടെയല്ലേ, എപ്പോഴാ പോണേന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സമയം കഴിയും എന്ന് അവള് പറയുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. പോയ ഉടനെ തന്നെ വരുന്നുണ്ട്. ആ ക്യാപ്റ്റൻ പറയും, പേടിക്കണ്ട, കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ കറണ്ട് പോയായിരുന്നു, കുറച്ച് സമയത്തേക്കേ പോകുള്ളൂ, ഉടനെ വരുന്നതാണെന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് ഇവള് വസ്ത്രം മാറി അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. അച്ഛനൊരു ഹോട്ടലിൽ ഡിന്നറും ഓർഡർ ചെയ്ത് ഇവളെ കാത്തിരിക്കുകയാണ്. ഇന്ന് ഇവളുടെ പിറന്നാളല്ലേ. പോകുന്ന വഴി കുറെ പിള്ളേര് മുഖംമൂടിയൊക്കെ ധരിച്ചിട്ട് എന്തോ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. അതിലെ ഒരു പയ്യൻ, മുഖംമൂടി ധരിച്ചൊരു പയ്യൻ, ഇവളെ തന്നെ നോക്കി നിപ്പുണ്ടാവും. അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്ന പെണ്ണ് ഒരു അണ്ടർവേ പാസേജിൽ കൂടെ ക്രോസ് ചെയ്ത് പോകണം. അവിടെ ആരോ ജാഗ്രത ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ആ പാസേജിന് നടുവിലായി ടിങ് ടിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കളിപ്പാട്ടം. അതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നറിയില്ല. എന്തായാലും ഇവളെ പറ്റിക്കാനാണെന്ന് മനസ്സിലായി. ഇവളെ കളിപ്പാട്ടത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇവളെ പുറകിൽ ഒരു മുഖംമൂടിക്കാരൻ വന്ന് നിപ്പുണ്ടാവും. ഇവള് തിരിഞ്ഞു നോക്കിയിട്ട്, ആരാടാ ചെറുക്കാ നീ, എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, നിന്റെ ഈ വിദ്യ കണ്ട് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, തിരിച്ചു പൊക്കോന്ന് പറയുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. ഇവള് ഞാൻ പേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും പെണ്ണിന് ചെറിയ പേടി തോന്നി തുടങ്ങി. ഞാൻ പോലീസിനെ വിളിക്കും, മിണ്ടാതെ പൊക്കോന്ന് പറയുമ്പോൾ ഇവ മാറിപ്പോകുന്നുണ്ട്. സമാധാനം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവള് മുന്നിലേക്ക് നടക്കുകയാണ്. നടന്ന് സംശയപ്പെട്ട് തിരിയുമ്പോണ്ടാവും പെട്ടെന്ന് മോളീന്ന് ഇവൻ ചാടി ഇവളുടെ മുന്നിലേക്ക് വന്ന് വീണിട്ട് കയ്യിലെ കത്തിയെടുത്ത് ഇവളെ കുത്താൻ നോക്കും. പെണ്ണ് പേടിച്ചോടുകയാണ്. പക്ഷെ കാല് തന്നെ അവള് മറിഞ്ഞു വീണു. അവളുടെ തലയ്ക്ക് മുകളിലായിട്ട് ഈ മുഖംമൂടിക്കാരൻ വന്ന് നിപ്പുണ്ടാവും. കത്തിയെടുത്ത് ഒരൊറ്റ കുത്ത്. തൊള്ളയും പൊളിച്ചവള് മരണപ്പെട്ടു. കണ്ണു തുറക്കുമ്പോൾ വീണ്ടും പ്രഭാതത്തിൽ എഴുന്നേക്കാണ്. കണ്ടതെല്ലാം സ്വപ്നം, പണ്ടാരം. അവൾ ഉടനെ വസ്ത്രമൊക്കെ മാറും. മുന്നത്ത് അതേപോലെ നമ്മുടെ ചെക്കൻ തലതിരിഞ്ഞു നിൽക്കുന്നു. എന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇവള് ചോദിക്കും, കാർട്ടർ അല്ലേ? അതെ, നിനക്ക് ഓർമ്മയുണ്ടല്ലേ? അവള് ചോദിക്കും, ടൈലനോൾ ഉണ്ടോ? എനിക്ക് തലവേദനിക്കുന്നു. ഇവൻ തപ്പാൻ നേരം അത് ആ ടേബിളിലാണെന്ന് ഇവള് പറഞ്ഞു കൊടുക്കും. ഇവൻ എടുത്തു കൊടുത്തിട്ട്, നീ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? കറക്റ്റായിട്ട് എങ്ങനെ നിനക്കറിയാം ഇതെല്ലാം? ഇവൾക്കൊന്നും മനസ്സിലാവില്ല. ചെറിയ സംശയമുണ്ട്, ഒരു ദേജാവു നടക്കുന്ന പോലെ. അപ്പോഴാണ് ആ കൂട്ടുകാരൻ കയറി വരുന്നത്. എന്താടാ പണിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട്. ഇവളൊന്നും മിണ്ടില്ല, മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നു. നേരത്തെ കണ്ട മുടിയം ഫ്രീക്കനെയും കാണുന്നുണ്ട് ഇപ്രാവശ്യം. അതേപോലെ ആ ഉപ്പ് വാങ്ങിക്കുന്ന പെണ്ണും. വെള്ളം ചീറ്റുന്ന സമയത്ത് കപ്പിൾസ് എഴുന്നേറ്റ് പോകുന്നു. അതേ സംഭവം. പിന്നെ അത് വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന പയ്യൻ നിലത്ത് വീഴുന്നു. ഈ ഡേറ്റിന് പോയ ജിമ്മനും വരുന്നുണ്ട്. ഇവൾ അവനോട് ചോദിക്കും, ടിം ഇന്ന് ഏതാ ദിവസം? അവൻ പറയും, മൺഡേ 18th. ശരിക്കും? അതെ. അപ്പൊ അതേ ദിവസമാണ്. ഇവള് എനിക്ക് പോണെന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകുന്നു. ആ കൈവീശുന്ന പെണ്ണ് വീണ്ടും വീശുന്നുണ്ട്. ഇവള് മിണ്ടുന്നില്ല. അതേ ഹൗസ് ക്യാപ്റ്റൻ, നീ ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാന്ന് വിചാരിച്ചു. എവിടെയായിരുന്നു ഇന്നലെ രാത്രി നീ? ഇത്രയും നേരം സംഭവിച്ചതെല്ലാം നേരത്തെ ഇവളുടെ ലൈഫിൽ സംഭവിച്ചതുപോലെ. ഇവൾക്കതൊരു കൗതുകാവും. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? എനിക്ക് ദേജാവു ആണോ ഉണ്ടാവുന്നത്? ഇതെല്ലാം എനിക്ക് നേരത്തെ സംഭവിച്ചതുപോലെ തോന്നുന്നു. അതിന് കൂട്ടുകാരി പറയും, അങ്ങനെ എനിക്കും ഉണ്ടാവാറുണ്ട്. ആമ്പിള്ളേർ എന്നെ മനസ്സിൽ കണ്ട് ചില പല വികൃതികൾ കാണിക്കുമ്പോൾ എനിക്കും ദേജാവു തോന്നാറുണ്ട്. ചില ദിവസങ്ങളിൽ 5-6 തവണ. നീയും ചെറിയ സുന്ദരിയല്ലേ, ചിലപ്പോൾ നിനക്കും അങ്ങനെ തോന്നും എന്ന് അവള് പറയും. എന്നിട്ടൊന്ന് ഉച്ചയ്ക്ക് മീറ്റിംഗ് ഉണ്ടെന്നും അവള് പറയുന്നുണ്ട്. അതേപോലെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ റൂംമേറ്റും ഉണ്ടാവും. നീ എത്തിയോ അവസാനം എന്ന് അവളും ചോദിക്കുന്നുണ്ട്.
കപ്പ് കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവള് ക്ലാസ്സിൽ പോകാൻ റെഡിയായി. ഞാൻ എങ്ങനെ നിന്റെ ബർത്ത്ഡേ മനസ്സിലാക്കിയെന്നറിയോ എന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിലൂടെയാണോ എന്ന് ഇവള് പറയുന്നു. ഓ, അപ്പൊ നിനക്ക് ബുദ്ധിയുണ്ട്. പിന്നെന്താ, മനസ്സിൽ എന്തേലും ആഗ്രഹിച്ചിട്ട് ആ കേക്ക് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ എനിക്കതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ കേക്ക് അവിടെ തന്നെ വെച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. ക്ലാസ് കഴിയുന്നു, ലഞ്ച് ബ്രേക്ക്, അതേപോലെ ഹൗസ് മീറ്റിംഗ്. ക്യാപ്റ്റൻ ലേഡി ആ പെൺകുട്ടി ഇൻസൾട്ട് ചെയ്യുന്നു. അവൾ എഴുന്നേറ്റ് പോകാൻ നേരം ഹീറോയിൻ ബെക്കി നോക്കി പോണേ എന്ന് പറയുമ്പോഴേക്കും പഴയതുപോലെ തന്നെ ഹീറോയും ബെക്കിയും തമ്മിൽ ഇടിക്കുന്നു. ഡ്രിങ്ക്സ് എല്ലായിടത്തും തെറിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ചെറുക്കൻ എന്നോട് ക്ഷമിക്ക്, അറിയാതെ പറ്റിപ്പോയതാണ്, സോറി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ പോവുകയാണ്. ഇവള് പുറകെ ഓടിച്ചെന്ന് നീ മറന്നോ, എന്റെ ലോക്കറ്റ് തായോ ബ്രേസ്ലെറ്റ് തായോ എന്ന് പറഞ്ഞ് ബ്രേസ്ലെറ്റ് വാങ്ങിക്കും. എല്ലാം അതേപോലെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ. ഇവക്ക് തലയെല്ലാം പുകയും. ഇതാരോടെങ്കിലും പറയണ്ടേ. ഇവള് നേരെ ഡോക്ടറെ കാണാൻ വരുന്നു. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ, എനിക്ക് മനസ്സിലാവും ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ലേശം തന്തപ്രായമുള്ള ആണുങ്ങൾ ഇഷ്ടാവും. അത് നിന്റെ തെറ്റല്ല, പ്രായത്തിൻ്റെതാണ്. എന്നാൽ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്റെ ഓൾറെഡി കല്യാണം കഴിഞ്ഞല്ലേ. പക്ഷെ കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിൽ ഞാൻ നിന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ അവൾക്ക് ഉമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവള് നിങ്ങളുടെ ഭാര്യ ഇപ്പൊ വരും, വന്ന് കതവി മുട്ടും എന്ന് പറയുന്നുണ്ട്. ഇയാളത് കാര്യമാക്കില്ല. പക്ഷെ അവള് പറഞ്ഞതുപോലെ തന്നെ ഭാര്യ വന്ന് കതവി മുട്ടി കതക് തുറക്കുന്നു. സംശയത്തോടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയായി. ഇവള് മൊബൈലിൽ തന്റെ അമ്മയുടെ ഒപ്പം ഇവള് ബർത്ത്ഡേ ആഘോഷിച്ച പഴയ വീഡിയോ എടുത്ത് കാണുന്നുണ്ടാവും. അത് കണ്ട് അവൾക്ക് വിഷമാവുന്നു. അവളുടെ അമ്മ മരണപ്പെട്ടു പോയി. അപ്പോഴാണ് നേരത്തെ സംഭവിച്ച അതേപോലെ ഇവളെ തുണിയിട്ടുകൊണ്ട് ഹൗസ് ക്യാപ്റ്റൻ വരുന്നു. കഴിഞ്ഞ തവണ കറണ്ട് പോയതുപോലെ തന്നെ ഇപ്രാവശ്യം കറണ്ട് പോയി വരുന്നുണ്ട്. ഇത്രയും സംഭവിച്ചില്ലേ. നമ്മളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും പൂട്ടിയ വീടിനകത്ത് പേടിച്ച് വിറച്ച് കഴിഞ്ഞാന്. എന്നാൽ ഇവള് അഹങ്കാരത്തിനൊരു കുറവുമില്ലാതെ വസ്ത്രം മാറി ബർത്ത്ഡേ ആഘോഷിക്കാൻ ചെല്ലുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കുറെ പിള്ളേര് ഇവളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവള് സംശയപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മുഖമൂടിക്കാരൻ മാത്രം ഇവളെ നോക്കി നിപ്പുണ്ടാവും. മൈക്ക് വരുന്നില്ലേ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പിള്ളേര് വിളിക്കുമ്പോൾ അവൻ അങ്ങ് പോയി കളയും. അവൻ പോയില്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവള് നടന്നു വരികയാണ് അണ്ടർവേ പാസേജിൽ. അവിടെ എത്തുമ്പോൾ നേരത്തെ കണ്ട അതേപോലത്തെ കളിപ്പാട്ടം ടിൻ 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 എന്ന് പറഞ്ഞ് അവിടെ നിപ്പുണ്ട്. ഇപ്രാവശ്യം പെണ്ണ് പേടിക്കും. എന്റെ പൊന്നേ, എന്തോ ഒരു പണിയുണ്ട്. ഇവൾ ഓടി തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോണ്ടാവും ഹോസ്റ്റൽ അടച്ചിരിക്കുന്നു. വെളിച്ചമൊന്നുമില്ല, മൊത്തം ഇരുട്ട്. എന്താ ചെയ്യാന്ന് പറഞ്ഞ് പരിസരമെല്ലാം നോക്കി തിരിഞ്ഞ് വീണ്ടും ഹോസ്റ്റൽ ഡോറിലേക്ക് നോക്കുമ്പോൾ ഡോറും തുറന്ന് ആ മുഖംമൂടിക്കാരൻ നിൽക്കുന്നു. പേടിച്ചവള് ആ മുഖംമൂടിക്കാരന്റെ മോന്തയ്ക്ക് ഒരൊറ്റ കുത്ത്. അവൻ ഇടിയും കൊണ്ട് നിലത്ത് വീഴുമ്പോഴാണ് കറണ്ട് വരിക. സർപ്രൈസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവരെയുള്ള അച്ഛനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കാന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഒരു കോളേജ് മേറ്റിന്റെ മൂക്കത്താണ് ഇവൾ ഇടിച്ചത്. പെണ്ണ് സോറി പറയും. എല്ലാവരും ചേസ് അടിച്ച് പാർട്ടി ആരംഭിച്ചു. അങ്ങനെ വെള്ളവും മദ്യവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോഴാണ് നേരത്തെ മൂക്കിനിടി കൊണ്ട് വീണില്ലേ അവൻ ഹീറോയിനെ കാണാൻ വരുന്നു. ഇവള് മൂക്കിനിടിച്ചതിന് അവനോട് സോറി പറയുന്നുണ്ട്. ഇവള് സംസാരിക്കുമ്പോൾ ആ ക്യാപ്റ്റൻ ചിരിച്ച് വീണ് ചിരിച്ച് അവനെ അവളിലേക്ക് ആകർഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാവം. പക്ഷെ ചെക്കന് നമ്മുടെ പെണ്ണിലാണ് ശ്രദ്ധ. സോറിയൊക്കെ നീ തനിച്ച് എന്നോട് വന്ന് പറഞ്ഞോടെ, ഞാൻ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് ഇവൻ മുകളിലേക്ക് പോവാണ്. സംഭവം ഹൗസ് ക്യാപ്റ്റന് അവന് ഇഷ്ടമായിരുന്നു. നീ ഇടയെ കയറി അവനെ തട്ടിയെടുക്കാൻ നോക്കുന്നോടി, അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അവള് മിരട്ടുന്നുണ്ട്. കുറെ ചീത്തയും പറയുന്നുണ്ട്. എല്ലാ അവന്മാരുടെയും കൂടെ പോകുന്നൊരു വൃത്തിയിട്ടളാണ് നീ. എന്റെ പയ്യനെങ്ങാനും അടിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് അവള് ചീത്ത പറയുന്നുണ്ട്. ഇവള് മൈൻഡാക്കില്ല. നമ്മുടെ റെമോ ദൂരെ പോയിന്ന് ചിരിച്ചു കാണിക്കുന്നു. ഇവള് മെല്ലെ പുറകെ ചെല്ലുന്നുണ്ട്. ഇവൻ ഫസ്റ്റ് ഫ്ലോറിലെ ഏതോ ഒരു മുറിക്കകത്തേക്ക് പോകും. നിക്ക് എന്നാണ് അവന്റെ പേര്. ഇവളും ചെല്ലുന്നുണ്ട് ആ മുറിക്കകത്തേക്ക്. നിക്ക്, നീ എവിടെയാണ് നിക്ക്? ഇവളിങ്ങനെ പേര് വിളിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് മുഖംമൂടിയിട്ട് ഒരു രൂപം പുറകെ വന്ന് നിൽക്കുന്നു. പേടിപ്പിക്കലടാ, മുഖംമൂടി അഴിക്കെന്ന് പറഞ്ഞ് അവൾ അഴിക്കുമ്പോൾ അത് നിക്ക് തന്നെയാണ്. ഇനി നമ്മുടെ രണ്ടുപേരുടെയും പാർട്ടി ഇവിടെയാണെന്നും പറഞ്ഞ് ഇവൻ ലൈറ്റ് ഓണാക്കി ഡാൻസ് ചെയ്യാൻ തുടങ്ങും. നല്ല ഒച്ചത്തിലാണ് പാട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് അവൾക്ക് മെസ്സേജ് വരുന്നത്. നീ അവന്റെ കൂടെയാണോടി, അവന്റെ കൂടെ ചെന്നത് ഞാൻ നിന്നെ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ്. ഇവളാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ മുത്തേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലടി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ഇവൾ ഒരു സംഭവം കാണുന്നില്ല. ഈ സമയത്ത് കില്ലർ ആ റെമോനെ കുത്തി കൊല്ലുമായിരിക്കും. പെണ്ണ് തിരിയുമ്പോൾ മുഖംമൂടിക്കാരൻ വീണ്ടും നീ എന്നെ പേടിപ്പിക്കാനോടാ, മുഖംമൂടി അഴിക്കടാന്ന് പറയുമ്പോഴാണ് കില്ലർ കത്തിയെടുക്കുന്ന ചോരക്കത്തി. ഈ കത്തി കണ്ട് അവള് താഴത്തേക്ക് നോക്കുമ്പോൾ റെമോ കുത്തിയിട്ട് മരിച്ചു കിടക്കുക. പെണ്ണ് പേടിച്ച് അവിടെ നിന്ന് ഓടി മാറി കൈ കിട്ടിയ ഒരു സാധനം എടുത്ത് ഈ കില്ലറെ മണ്ടയ്ക്ക് അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ കില്ലർ വിടില്ല. ഇവളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ബെഡിലേക്ക് കടത്തി കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഫിറ്റായ ഒരു മുറിമോദൻ ആ മുറിയിലേക്ക് കടന്നു വരുന്നു. അവൻ ഡോസ് ആയതുകൊണ്ട് ഈ രണ്ടുപേരും ബെഡിൽ കിടന്ന് സ്നേഹിക്കുകയാണെന്നാണ് അവൻ വിചാരിക്കുക. ഓ തകർക്കും അച്ഛാ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോവും. ഈ കില്ലർ ഒരു ഗ്ലാസ് ട്യൂബ് പൊട്ടിച്ചിട്ട് അതുകൊണ്ട് ഇവളെ കുത്തി കൊല്ലുകയാണ്. കൊന്ന് മരിച്ച പെണ്ണ് കണ്ണു തുറക്കുമ്പോൾ വീണ്ടും അവൾ അതേ മുറിയിൽ
മുന്നെഴുന്നേറ്റിരുന്ന അതേ മുറിയിൽ അപ്പന്റെ കയ്യിൽ നിന്ന് മൊബൈലിലേക്ക് കോളും വരുന്നുണ്ട്. പഴയ അതേപോലെ തന്നെ. ഇവള് പേടിച്ച് അവന്റെ അടുത്ത് ഒന്നും മിണ്ടാതെ ഡ്രസ്സും മാറി അവിടെ നിന്ന് ഇറങ്ങി ഓടും. പഴയ ഫ്രീക്കനെയും കാണുന്നുണ്ട്, ആ ഒപ്പിടുന്ന പെണ്ണിനെയും കാണുന്നുണ്ട്, എല്ലാവരെയും നേരത്തെ കണ്ട എല്ലാ വിഷ്വൽസും കാണുന്നു, എല്ലാ ആൾക്കാരെയും കാണുന്നു. പേടിച്ചരണ്ട ഇവള് തന്റെ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് റൂംമേറ്റിനോട് പറയും, എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാ തോന്നണത്. ഇന്നേ ദിവസം ഞാൻ ഓൾറെഡി 2 തവണ ജീവിച്ചു കഴിഞ്ഞു. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും നടക്കുന്ന പോലെ. നീ എന്നെ വിശ്വസിക്കുന്നില്ല എന്നെനിക്കറിയാം, പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. നീ എനിക്ക് വേണ്ടി കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് സർപ്രൈസ് പാർട്ടി തരാൻ പോവാണ്. സത്യമല്ലേ? അതിലൂടെ എല്ലാം ഞാൻ ജീവിച്ചിരുന്നു. പക്ഷെ ഇത് കേട്ട് കൂട്ടുകാരി വിശ്വസിക്കില്ല. അവള് വിചാരിക്കുക ബെക്കി എങ്ങാനും ഇവളോട് പറഞ്ഞതായിരിക്കും എന്നാണ്. നീ എന്തൊക്കെയായി പെണ്ണെ പറയുന്നു? ബെക്കി എല്ലാം നിന്നോട് പറഞ്ഞു. എനിക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്. നിന്റെ അമ്മ നിന്നെ വിട്ടുപോയതിലുള്ള സങ്കടമാണ് നിനക്ക്. അതുകൊണ്ടാണ് നിന്റെ മൈൻഡ് ഇങ്ങനെ ലൂസ് ആവുന്നത്. പേടിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ലേ, നിനക്കൊന്നും സംഭവിക്കില്ല. ഇന്ന് ക്ലാസ്സിൽ പോകണ്ട, ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി ജോലിക്ക് പോകും. ഇവളന്ന് മുറി തന്നെ ഇരുന്നിട്ട് മുറിയുടെ ചുറ്റുമുള്ള എല്ലാ കഥകളും പൂട്ടിവെച്ച് ആണിയടിച്ച് സീൽ ചെയ്യാണ്. ഇനി എങ്ങനെ കില്ലർ എന്നെ കൊല്ലുമെന്ന് നോക്കട്ടെ. രാത്രി അതേ സമയത്ത് കറണ്ട് പോയി വരുന്നുണ്ട്. അപ്പോഴാണ് ടേബിളിൽ ഒരു കത്ത് ഇവള് കാണുന്നത്. ആ കത്ത് ഇത് നിനക്ക് വേണ്ടിയാണ്, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് കത്തില്. തുറന്നു നോക്കുമ്പോ നമ്മൾ നേരത്തെ കണ്ട മുഖംമൂടിയില്ലേ, ആ മുഖംമൂടിയുടെ പടം. പേടിച്ച് ഇവള് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ആരോ അനങ്ങുന്ന ശബ്ദം കേൾക്കുന്നത്. കയ്യിലൊരു ചുറ്റിക എടുത്തിട്ട് ഇവള് ബാത്റൂമിനടുത്തേക്ക് ചെല്ലും. അവിടെ ഒന്നുമില്ല. അപ്പോഴാണ് പുറകിൽ കൂടെ ഈ മുഖംമൂടിയിട്ട ബുട്ട് വരുന്നത്. അവൻ കത്തി ഓങ്ങുമ്പോഴേക്കും ഭാഗ്യത്തിന് അവള് തെന്നി മാറി ചുറ്റിക കൊണ്ട് അതിന്റെ തലയ്ക്കടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. കാര്യമില്ല, അവളുടെ പള്ളക്കിട്ടെന്നെ കുത്തുകിട്ടി. കുത്തും കിട്ടി വാ പൊളിച്ച് കരഞ്ഞോണ്ട് ഇവള് എഴുന്നേക്കുമ്പോ വീണ്ടും പുലർച്ചെ പഴയ അതേ സ്ഥലം. നമ്മുടെ പയ്യൻ എന്താ പറ്റിയെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും ഇവൾ അവനെയും തള്ളി വിട്ടിട്ട് പേടിച്ചിറങ്ങി ഓടുകയാണ്. അതേ സംഭവങ്ങൾ വീണ്ടും നടക്കുന്നു. തലയൊക്കെ പെരുക്കുന്ന പോലെ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴാണ് ഇവളുടെ ഷൂസും ടവലും ആയിട്ട് അവൻ വരുന്നത്. നമ്മുടെ സാധുച്ചക്കൻ. ഇവൾ അവനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൾക്കുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ അവനോട് പറയും. ഇവൻ ആ കാര്യങ്ങൾ കളിയായിട്ട് എടുക്കില്ല, സീരിയസ് ആയിട്ട് തന്നെയാണ് എടുക്കുക. ശരി, അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇന്ന് കൊല്ലുന്ന ആൾക്ക് ഇന്ന് നിന്റെ പിറന്നാളാന്നറിയാം. നിന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കണമല്ലോ നിന്നെ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന. നിന്നോട് വെറുപ്പുള്ളവരോ വിദ്വേഷമുള്ളവരോ ആയിരിക്കണം. അങ്ങനെ ആരെയൊക്കെയാണ് നിനക്കറിയാം. അവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കുക. എന്തായാലും മരിച്ചിട്ട് നീ തിരിച്ചു വരുന്നുണ്ടല്ലോ, സോ നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയാണെങ്കിൽ നിന്നെ ആരാണ് കൊല്ലുന്നത്, എന്തിനാണ് കൊല്ലണമെന്ന് മനസ്സിലാക്കും. ഇതാണോ നിന്റെ ജീനിയസ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇതിലും നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നീ തന്നെ കണ്ടുപിടിച്ചോ. സോ ഇതല്ലാതെ വേറൊരു നല്ല പ്ലാൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവളോട് ദേഷ്യമുള്ള വിരോധം ഉണ്ടാകും എന്നിവള് വിചാരിക്കും. ഓരോരുത്തരായിട്ട് ഇവള് ഫോളോ ചെയ്യും. ആദ്യം നമ്മൾ നേരത്തെ കണ്ട ആ ജിമ്മ് പയ്യൻ, അവൻ സത്യത്തിൽ ഒരു ഗേ ആണ്. ഇവള് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്നത് നാട്ടുകാരെ കാണിക്കാനാണ്, താൻ സ്ട്രെയിറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്രാവശ്യം പണിയാനൊരു കുത്തു കിട്ടി. അതിന്റെ കൂടെ തന്നെ ഇവനല്ല കുറ്റക്കാരെന്ന് മനസ്സിലാവുകയും ചെയ്തു. അടുത്തത് ഹൗസ് ക്യാപ്റ്റൻ. അവളുടെ കയ്യിൽ ഈ ഹാപ്പി ബർത്ത്ഡേ കാർഡ് ഉള്ളതായിട്ട് ഇവള് കാണും. നീയാണല്ലടി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് രണ്ടും കൂടി പൊരിഞ്ഞ അടി ഉണ്ടാക്കുമ്പോൾ കില്ലർ ബസ് കൊണ്ടുവന്ന് രണ്ടുപേരെ ഇടിച്ചു കൊല്ലുന്നുണ്ട്. സോ അവളും അല്ല കൊലപാതകി. ഇനി ആരാണ്? ബെക്കിയാണോ എന്ന് പറഞ്ഞ് ബെക്കിയുടെ മണ്ടയ്ക്കടിച്ച് ഇവള് ബോധം കെടുത്തിയിട്ട് നിൽക്കുമ്പോഴാണ് പുറകിലൂടെ വന്ന കില്ലർ ഇവളെ മണ്ടയ്ക്കടിച്ച് കൊല്ലുന്നു. ഇവളെ കൂട്ടുകാരികളാണെങ്കിലും എല്ലാവർക്കും ഇവളോട് വിരോധം തന്നെയാണ്. ഇവളുടെ സ്വഭാവം അങ്ങനെയാണ്. സോ ഇപ്പൊ സംശയമുള്ള എല്ലാവരെയും ഇവൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു കഴിഞ്ഞു. ഒന്നിലൊരു പ്രയോജനവുമില്ല. വീണ്ടും വീണ്ടും ചാവുന്ന തന്നെ മിച്ചം. ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും ഈ ചെറുക്കനൊന്നും ഓർമ്മയില്ല കേട്ടോ. അവനിങ്ങനെ അതിശയിച്ച് വായും പൊളിച്ച് നോക്കുകയാണ്. ഇപ്രാവശ്യം എഴുന്നേറ്റ പെണ്ണ് കുഴഞ്ഞ് നിലത്തേക്ക് വീഴും. ബോധം വരുമ്പോൾ അവൾ ആശുപത്രിയിലാണ്. അവളുടെ ബോഡി ഒരുപാട് വീക്കായിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുക. നമ്മൾ നേരത്തെ കണ്ട പഴയ ഡോക്ടർ തന്നെയാണ്. ഇവളുടെ പുതിയ കൂട്ടുകാരനെ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ വിസിറ്റേഴ്സിന്റെ സമയം കഴിഞ്ഞു, താനൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുക പറഞ്ഞ് ഡോക്ടർ അവനെ പുറത്തേക്ക് ഇറക്കി വിടും. അത് കഴിഞ്ഞ് ഹീറോയിനോട് പറയും, അവളുടെ എക്സ്റേ റിപ്പോർട്ട് കാണുമ്പോൾ അത് മരിച്ച ജഡത്തിന്റെ റിപ്പോർട്ട് പോലെയാണ് ഇരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഈ റിപ്പോർട്ടിൽ നീ മരണപ്പെട്ടിരിക്കുകയാണ്. പേടിക്കണ്ട, ഞാനിത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചിട്ട് പറയാന്ന് പറയാ അയാൾ. ഇവളാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം, ഇവിടെ ഇരുന്ന് എന്നെ ആരെങ്കിലും കൊല്ലും, എനിക്ക് പേടിയാണേന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. ഡോക്ടർ സമ്മതിക്കാതെ, ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്കൊന്നും സംഭവിക്കില്ല, കുടിക്കാൻ എന്തെങ്കിലും വേണോ, ഞാൻ എടുത്തോണ്ട് വരാം, നീ പേടിക്കാതെ എന്ന് പറഞ്ഞ് കുടിക്കാൻ ഇവക്ക് സോഡ എടുക്കാൻ വേണ്ടി പോവാണ് അയാള്. ഈ ഗ്യാപ്പിന് നമ്മുടെ പെണ്ണ് ഒളിച്ചും പാത്തും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡോക്ടർ മുറിയിലേക്ക് വരും. അയാളുടെ കാർ കീ പരിശോധിക്കുമ്പോഴാണ് അയാളുടെ ഡ്രോയറിനകത്ത് ഈ കൊലയാളിയുടെ മുഖംമൂടി ഇവള് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടറാണോ കൊലയാളി? ദേഷ്യപ്പെട്ട് ഇവള് ഡോക്ടർ അടുത്തേക്ക് വരും. നീയാണല്ലടാ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ഇവള് പറയുമ്പോഴേക്കും കില്ലർ പുറകിയെന്ന് ഡോക്ടർ അറഞ്ചം പുറഞ്ചം കുത്തി കൊല്ലുന്നുണ്ട്. അപ്പൊ ഡോക്ടറും അല്ല കൊലയാളി. ഇവള് കില്ലറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവനും കൊണ്ട് ഓടുകയാണ്.
ഓടിച്ചെന്ന് ഡോക്ടറെ കാറും എടുത്ത് ജസ്റ്റ് മിസ്സിന് ആ കില്ലറെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞ് സന്തോഷിച്ചവള് റോട്ടിൽ കൂടെ കാറ് ഓടിച്ച് പോകുമ്പോഴാണ് പോലീസുകാർ ഇവളെ പിടിക്കുന്നത്. സ്പീഡിൽ ഓടിച്ച് പോകുന്നുണ്ട്. ലൈസൻസും രജിസ്ട്രേഷനും കാണിക്കാൻ പറയുമ്പോൾ ഇവള് പറയും, സാർ അത് രണ്ടും എന്റെ കയ്യിലില്ല, അതില്ലെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യോ? എനിക്ക് ദയവേത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് പിടിച്ചിടണം. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്, കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്, എല്ലാ ലഹരിയും ഉണ്ട്, ദയവ് ചെയ്ത് എന്നെ പിടിച്ച് അകത്തിടും. പോലീസുകാരന് ഒരു നിമിഷം പകച്ചു പോകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവളുടെ കൈക്ക് വിലങ്ങിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയി പോലീസുകാരന്റെ കാറിനകത്ത് കയറ്റുന്നുണ്ട്. അവളാണെങ്കിൽ താങ്ക് യു പറയാണ്, താങ്ക് യു സാർ, എന്നെ അറസ്റ്റ് ചെയ്തതിന് നന്ദി. എന്നിട്ട് ഇയാളെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും എതിർഭാഗത്തുനിന്ന് വന്ന വണ്ടി ഒരു കാറ് ഈ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ആ കാറിനകത്ത് നിന്നും കില്ലർ ഇറങ്ങി വരും. കില്ലറാണ് അയാളെ കൊന്നത്. ഇവളുടെ കൈകൾ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ, ഇവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്തിനാടാ എന്നിങ്ങനെ കാണിക്കുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? മുഖം കാണിക്കണം ആദ്യം, വൃത്തികെട്ടവനെ. ധൈര്യം ഉണ്ടെങ്കിൽ മുഖം കാണിക്കണം. കില്ലർ ഒന്നും വേണ്ടില്ല. മെല്ലെ തന്റെ കാറിലേക്ക് തിരിച്ചു എന്നിട്ട് ഒരു ബർത്ത്ഡേ ക്യാൻഡിലും കത്തിച്ച് നിലത്തേക്കിടും. ഈ പോലീസുകാരന്റെ വണ്ടിയിൽ നിന്ന് പെട്രോൾ ലീക്കാവുന്നുണ്ടാവും. ആ പെട്രോളി ഈ തീ പിടിച്ച് കാറ് കത്തി പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ വീണ്ടും അവള് മരണപ്പെട്ടു. വീണ്ടും എഴുന്നേക്കുന്നു അതേ മുറിയിൽ വെച്ചിട്ട്. ഇപ്രാവശ്യം അവനോടൊന്നും മിണ്ടാതെ ഇവള് തന്നെ മരുന്നെടുത്ത് കഴിച്ചിട്ട്, എനിക്ക് ഒരുപാട് മോശപ്പെട്ട സ്വപ്നങ്ങൾ വരുന്നുണ്ട്, നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. എന്നാൽ ഇവൻ വിടുന്നില്ല. ചെറുക്കൻ പുറകെ ചെന്നിട്ട്, ആ മോശപ്പെട്ട സ്വപ്നം എന്നോട് നിനക്ക് പറഞ്ഞൂടെ? എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായിക്കാം. ഇവള് പറയും, നിന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയില്ല. അങ്ങനെ സഹായിക്കണമെന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസത്തെ എങ്ങനെയെങ്കിലും തീർത്തു തരണം. കാരണം ഇതേ ദിവസത്തിൽ ഞാൻ ഒരുപാട് നാളായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇവന് ചിരിയാണ് വരിക. നീ എന്തേ പറയുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇവള്, ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പോകുന്ന ഓരോ സംഭവങ്ങള് മുന്നേ കൂട്ടി പറയും. വെള്ളം സ്പ്രേ ആവുന്നു പറയും. ആ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യൻ ബോധം കെട്ട് വീഴാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറയും. അവിടെ നിൽക്കുന്ന ഒരു കാറ് ഹോൺ അടിക്കാൻ പോകുന്നു എന്ന് പറയും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നേ കൂട്ടി പറയാം. അപ്പൊ നമ്മുടെ ചെറുക്കന് ചെറുതായിട്ടൊക്കെ വിശ്വാസമാവും. നീ ഇനി എന്താ ചെയ്യാൻ പോണ് എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയും, എനിക്കറിയില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കുറെ ആലോചിക്കാനുണ്ട്. അപ്പോഴാണ് അവളെ ഡാഡിയുടെ കയ്യിൽ നിന്ന് ഇവൾക്ക് ഫോൺ വരിക. ഇവൾ ആ ഫോൺ എടുക്കുന്നില്ല. എന്താന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, 3 വർഷം മുന്നേ എന്റെ അമ്മ മരണപ്പെട്ടു. ഇന്ന് എന്റെ പിറന്നാളാണ്. എന്റെ അമ്മയുടെയും എന്റെയും പിറന്നാൾ ഒരേ ദിവസമാണ്. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. പക്ഷെ ഇപ്പോ അമ്മയില്ലാതെ എനിക്കത് ആഘോഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ അവോയ്ഡ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചേനെ. കാരണം ഞാൻ അത്ര നല്ലൊരു പെൺകുട്ടിയല്ല, ഒരുപാട് മോശം പെൺകുട്ടിയാണ്. കുറെ ആൾക്കാർക്ക് എന്നോട് വെറുപ്പാണ്. ഈ സ്വഭാവം എനിക്ക് എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് അറിഞ്ഞില്ല. അതിന് കാർട്ടർ പറയും, നീയല്ല എന്നോട് പറഞ്ഞത് നിനക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ജീവിക്കാൻ പറ്റുമെന്ന്? എന്നാ പിന്നെന്താ കുഴപ്പം? നിനക്ക് നടന്ന സംഭവങ്ങളെല്ലാം മാറ്റിക്കൂടെ? തിരുത്താൻ ഓരോ പുതിയ ജന്മവും കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാവർക്കും അതില്ലാത്തതിന്റെ കുഴപ്പം. നിനക്ക് എളുപ്പമല്ലേ? അത് കേട്ട് ഹീറോയിൻ പറയും, ഒരുപക്ഷെ ഇനി ഒരുപാട് ലൈഫ് എനിക്ക് ബാക്കിയില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഓരോ തവണ ജീവനോടെ ഞാൻ തിരിച്ചു വരുമ്പോഴും വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിംസിൽ 9 തവണ ലൈഫ് ഉണ്ടാവുന്നത് പോലെ എനിക്കിനിയിപ്പോ എത്ര ലൈഫ് ബാക്കിയുണ്ടെന്ന് അറിയില്ല. ആ സമയത്താണ് TV ന്യൂസിൽ ഒരു സീരിയൽ കില്ലർ രക്ഷപ്പെടാൻ നേരം വെടികൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായ ന്യൂസ് വരിക. അയാൾ ഇതുവരെ 6 പെൺകുട്ടികളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പുള്ളിക്കാരൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റല് നേരത്തെ ഇവള് പോയിരുന്ന ആ ഡോക്ടർ മാഷിന്റെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇവനായിരുന്നല്ലേ എന്റെ കില്ലർ? ഈ സമയമെല്ലാം അവൻ ആശുപത്രിയിലായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഓടാണ് ആശുപത്രിയിലേക്ക്. ആദ്യമേ റിസപ്ഷനിൽ ചെന്നിട്ട് അവൻ രക്ഷപ്പെടാൻ പോകുന്നു, ദയവ് ചെയ്ത് പോലീസിനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവളൊരു എമർജൻസി മഴവും പൊട്ടിച്ചെടുത്ത് നേരെ ആ കില്ലർ കിടക്കുന്ന മുറിയിലേക്ക് വരും. കില്ലർ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അയാൾ കാവലിനുണ്ടായിരുന്ന പോലീസുകാരനെ കൊന്നുകഴിഞ്ഞു. തോക്കും വെച്ച് അവൻ പുറകെ നിൽപ്പുണ്ടാവും. ഇവളുടെ മഴു അവൻ ഷൂട്ട് ചെയ്ത് തെറിപ്പിച്ചു. പെണ്ണ് രക്ഷപ്പെട്ട് ഓടാൻ നേരം അയാൾ റിസപ്ഷനിസ്റ്റിനെയും കൊന്നുകളഞ്ഞു. എന്നാൽ ഹീറോയിന്റെ പുറകെ വന്ന നമ്മുടെ കാർട്ടർ ചെറുക്കൻ അയാളെ പിടിച്ച് തള്ളി വീഴ്ത്തുന്നുണ്ട്. പക്ഷെ അയാളുടെ ആരോഗ്യത്തിന് മുന്നിൽ ഇവനെ കൊണ്ട് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ചെക്കനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഇവളുടെ ഗണ്ണാണെങ്കിൽ പൊട്ടുന്നുമില്ല. അയാൾ കാർട്ടറെ തല തിരിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് പെണ്ണിന്റെ പുറകെ ഓടി വരികയാണ്. ഭാഗ്യത്തിന് കയ്യിൽ കിട്ടിയ ഒരു കമ്പി കൊണ്ട് ഇവൾ ആ കില്ലറെ മണ്ടയ്ക്കടിച്ച് വീഴ്ത്തും. എന്നിട്ട് തല്ലിക്കൊല്ലാൻ നിൽക്കുമ്പോഴാണ് ഇവൾക്ക് ഒരു കാര്യം ഓർമ്മ വരിക. ഈ കില്ലറെ കൊന്നു കഴിഞ്ഞാൽ ഇന്നേ ദിവസം വീണ്ടും റീസെറ്റ് ആയില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കാർട്ടർ മരിച്ചത് മരിച്ചു തന്നെയല്ലേ? അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. സോ കില്ലറല്ല മരിക്കേണ്ടത്, ഞാനാണ് മരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവള് കഴുത്തിന് കുരുക്കിട്ട് ആ ക്ലോക്ക് ഹൗസിൽ നിന്ന് താഴത്തേക്ക് എടുത്ത് ചാടും. നിന്നെ വീണ്ടും ഞാൻ കാണൂടാന്ന് പറഞ്ഞിട്ട് അവള് മരണപ്പെടുന്നു. വീണ്ടും അതേ മുറിയിൽ വന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ജീവനോടുള്ള കാർട്ടറിനെ കണ്ട് ഒന്നും മിണ്ടാതെ ഇവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച്, നീ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയല്ലടാ, നിന്നെ ഞാൻ മിസ് ചെയ്തു, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്.
ഓർമ്മയാണ്. എന്നാൽ ഇവനൊന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. അവൻ വിചാരിക്കും ഇന്നലെ ഫിറ്റായ പെണ്ണിനെ രക്ഷപ്പെടുത്തിയതാണെന്ന്. ഇവളൊരു പില്ലോയും എടുത്തിട്ട് സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. നമ്മുടെ കൂട്ടുകാരനോട് ഇപ്രാവശ്യം ദേഷ്യപ്പെടുന്നില്ല. മൂട്ടി തല്ലി അവനെ കളിയാക്കിയിട്ട് ഫ്രീക്കന്റെ കയ്യിൽ നിന്ന് ആ കണ്ണട അടിച്ചു മാറ്റി ആ ഒപ്പിടാനുള്ള പെണ്ണിനെ ഒപ്പൊക്കെ ഇട്ടുകൊടുത്ത് സന്തോഷത്തോടെ ഇറങ്ങി വരികയാണ്. വെള്ളം ചീറ്റാൻ പോവുകയാണ്, എഴുന്നേറ്റ് ഓടിക്കുമെന്ന് ഒരു മുൻകരുതലും കൊടുക്കുന്നുണ്ട് കപ്പിൾസിന്. പിന്നെ ആ ബോധം കെട്ട് വീഴുന്നില്ലേ, ആ ചെറുക്കന്റെ തല ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് പില്ലോ എടുത്തിട്ട് വന്നത്. അതേപോലെ ജിമ്മനെ കണ്ടിട്ട് പറയും, നീ ഒരു ഗേ ആയതിൽ നാണിക്കൊന്നും വേണ്ട, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തിനാ ജീവിക്കുന്നു. സ്നേഹം പ്രണയം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആണായാലെന്താ പെണ്ണായാലെന്താ, നിനക്കിഷ്ടമുള്ള ഒരു ബബ്ലു പയ്യനെ ചെന്ന് പ്രണയിക്ക്, നിന്നെ ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് തന്റെ ഹോസ്റ്റലിലേക്ക് വരാണ്. ഇപ്രാവശ്യം ആ ഏഷ്യൻ പെണ്ണിന് കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ട്. ഹൗസ് ക്യാപ്റ്റൻ, നീ ആരുടെ കൂടെ ആയിരുന്നടി ഇത്രയും നേരം എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, ഞാൻ ഇന്നലെ ആരുടെ കൂടെയും കിടന്നിട്ടില്ല, എന്റെ കാർട്ടറുടെ കൂടെയായിരുന്നു. ഒരുപക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ച് അവന്റെ കുട്ടികളെ പ്രസവിക്കും, നീ എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇവള് നേരെ റൂമിലേക്ക് വന്ന് തന്റെ റൂംമേറ്റിനോട്, ഞാൻ ഇത്രയും കാലം നിന്നോട് മോശമായിട്ട് പെരുമാറിയില്ലേ, ഒരു നല്ല റൂംമേറ്റ് ആയിരുന്നില്ല, എന്നോട് ക്ഷമിക്കോ, ഇനി ഞാൻ ഒരു നല്ല കൂട്ടുകാരിയായിരിക്കും, നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മാഷിനെ കാണാൻ ചെല്ലുന്നു. ഡോക്ടർ മാഷിനെ. തന്റെ കൂടെ സംഭവിച്ചെല്ലാം സംഭവിച്ചു, എനിക്കോ മിസ്റ്റേക്ക് പറ്റി, എന്നാൽ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യയെ വഞ്ചിച്ച് നീ എന്നെ ചൂഷണം ചെയ്യായിരുന്നില്ല, ഇനി അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല, ഇതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ തന്റെ ജോലി ഞാൻ തെറിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇറങ്ങി വരാണ്. അതേപോലെ മറ്റുള്ളവരെ കളിയാക്കുന്ന നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ അവളുടെ മുന്നിൽ വാരി വലിച്ചു തിന്നിട്ട് ബെക്കിനെ അവള് കളിയാക്കുമ്പോൾ അവളുടെ തലയിലേക്ക് ചോക്ലേറ്റ് ഇവള് കോരി ഒഴിക്കും. അത് കഴിഞ്ഞ് കാർട്ടർ വരുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ അവനൊരു ഉമ്മ കൊടുത്തിട്ട്, ഇന്ന് വൈകിട്ട് ഡിന്നർ ഞാൻ നിന്റെ കൂടെയാണ് കഴിക്കണം, എന്നെ നീ കൊണ്ടുപോകില്ലേ പുറത്തേക്ക് എന്ന് ചോദിക്കും. അവൻ അതിൽ സന്തോഷമാവും. അത് കഴിഞ്ഞ് ഇവൾ അച്ഛനെ കാണാൻ ചെല്ലാണ്. അച്ഛനോട് പറയും, ഞാൻ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ അടുത്ത് വരായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛനെയും വേദനിപ്പിക്കുകയായിരുന്നു, ഇനി അങ്ങനെ സംഭവിക്കില്ല, എന്നോട് ക്ഷമിക്കൂ, ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല, എനിക്ക് ആകെയുള്ളത് അച്ഛനല്ലേ, ഇനി എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അച്ഛനും അത് സന്തോഷമാവും. ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് അച്ഛൻ. അത് കഴിഞ്ഞവള് ഒരു കത്തി എടുത്തിട്ട് തയ്യാറാവാണ്. നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് പോലീസുകാരന്റെ കഴുത്തിന് കത്തി വെച്ചിട്ട് അയാളുടെ ഇന്ന് തോക്കും തട്ടി പറിച്ചിട്ട് പറയും, ആ കില്ലർ രക്ഷപ്പെടാൻ പോവാണ്, താൻ എന്നെ പിടിക്കാൻ നോക്കല്ലേ, സഹായത്തിന് ആളെ വിളിച്ചോണ്ട് വരൂ, ഞാൻ അവൻ രക്ഷപ്പെടാതെ നോക്കാം, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഓടിച്ചെന്ന് ആൾക്കാരെ വിളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞിട്ട് ഇവള് കില്ലർ അടുത്തേക്ക് വരാണ്. അവനാണെങ്കിൽ കണ്ണു അടച്ച് അനക്കമില്ലാതെ കിടക്കുന്നു. എനിക്കറിയാടാ ബ്ലഡി ഫുൾ, നീ ഉറങ്ങിയിട്ടില്ലാന്ന്, കണ്ണു തുറക്ക്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, തുറക്കടാ കണ്ണെന്നും പറയുമ്പോൾ അയാൾ ചിരിച്ച് കണ്ണു തുറക്കുന്നു. ഇതാരാ, എന്നെ അന്വേഷിച്ചൊരു പുതിയൊരാള്, നീ എന്നെ കൊല്ലാൻ പോവാണോ? ഇവള് തോക്കിന്റെ കാഞ്ചി വലിക്കും, എന്നാൽ അത് പൊട്ടുന്നില്ല. സേഫ്റ്റി ലോക്ക് ഓണാണ് കുട്ടി, അതുപോലും നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് ആ ഗണ്ണ് തട്ടി കളഞ്ഞിട്ട് ഇയാൾ അവളുടെ തന്നെ കത്തിയെടുത്ത് അവളെ കുത്താൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് പെണ്ണ് തെന്നി മാറും. അവളെ അടിച്ചിട്ടിട്ട് ഇവൻ ആ കത്തി വലിച്ചോരി ഇവൾ അടുത്തേക്ക് വരുമ്പോൾ പെണ്ണ് ചിരിക്കുകയാണ്. അവന് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് അവൾക്കറിയാം. കറക്റ്റ് ഈ സമയത്താണ് കറണ്ട് പോവുക. എപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ. കറണ്ട് വരുമ്പോൾ പെണ്ണിനെ കാണാനില്ല. പുറകിൽ അവള് തോക്കും വെച്ച് നിൽപ്പുണ്ടാവും. ഹേയ്, സേഫ്റ്റി ഓഫ് ആണിപ്പോ, ടിപ്പ് പറഞ്ഞതിന് നന്ദിയടാ എന്ന് പറഞ്ഞിട്ട് ടപ്പ ടപ്പയെന്ന് പറഞ്ഞ് 4 പൊട്ടീര്. അങ്ങനെ കില്ലർ മരണപ്പെട്ടു. എല്ലാ കുഴപ്പങ്ങൾക്കും വിട, നമ്മുടെ പെണ്ണ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത സീന് ഇവൾക്ക് കിട്ടിയ കൂട്ടുകാരി കൊടുത്ത കപ്പ് കേക്കും വെച്ച് ഇവള് കാർട്ടറെ കൂടെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. നീ എന്ത് വിഷാണ് ഇപ്രാവശ്യം ആഗ്രഹിക്കണേന്ന് കാർട്ടർ ചോദിക്കുമ്പോൾ അവള് പറയും, ടുമോറോ, നാളെ എന്നൊരു ദിവസം ഉണ്ടാവട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം, അത് മാത്രം. ശരിക്കും അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇവളങ്ങനെ മെഴുകുതിരിയിലേക്ക് ഊതുന്നു. അന്നേ ദിവസം കഴിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അതേ ദിവസം അതേ സമയം. ഇതെന്താ സൈക്കിള് മാറാത്ത? ഞാൻ അവനെ കൊന്നതല്ലേ, പിന്നെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇവക്കൊന്നും മനസ്സിലാവില്ല. വീണ്ടും ഭ്രാന്ത് പിടിക്കുന്നു. പേടിച്ച പെണ്ണ് തന്റെ മുറിയിലേക്ക് ഓടി വന്നിട്ട് എല്ലാം കെട്ടിപ്പെറുക്കി, ഞാൻ ഇവിടുന്ന് ദൂരേക്ക് പോവാ, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തിയാവും. ഇവള് കെട്ടിപ്പെറുക്കാൻ നേരത്താണ് റൂംമേറ്റ് കേക്കുമായിട്ട് വരുന്നു. ഹാപ്പി ബർത്ത്ഡേ, ഇന്ന് പിറന്നാളല്ലേ, ഈ കേക്കെങ്കിലും നീ കഴിച്ചിട്ട് പോ. അത് കേട്ട് ഹീറോയിൻ പറയും, നന്ദിയുണ്ട്, പക്ഷെ ഞാൻ നീ ഇന്നലെ തന്ന കേക്ക് തന്നെ കഴിച്ചു, ഇനിയും എനിക്ക് വയ്യ ഈ വൃത്തികെട്ട ദിവസം ആഘോഷിച്ചുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ പറയുമ്പോഴാണ് അവൾ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി ഉറക്കത്തിലാണ് ഞാൻ മരണപ്പെടുന്നത്. ആ കേക്ക് കഴിച്ച് ഞാൻ കിടന്നു. ആ കേക്കിൽ നിന്നാണ് ഞാൻ മരണപ്പെട്ടത്. നീയാണ് എന്നെ കൊന്നത്. യു പോയ്സൺഡ് മീ. ഞാൻ ഈ കേക്ക് ഇതിനു മുമ്പ് കഴിച്ചില്ലായിരുന്നു. ഓരോ തവണയും ഞാൻ ആ കേക്ക് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അതുകൊണ്ടാണ് എന്നെ കൊല്ലാൻ മറ്റൊരു വഴി നീ തേടിയത്. ആ കില്ലർ നിന്റെ ആശുപത്രിയിലായിരുന്നു വന്ന് അഡ്മിറ്റ് ആയത്. നീ ആ കില്ലറെ തുറന്നു വിട്ടു. അവൻ പെണ്ണുങ്ങളെ കൊല്ലുന്നത് പോലെ നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ കുറ്റം അവന്റെ പേർക്കാവുമല്ലോ. സോ ഓരോ തവണയും എന്നെ കൊന്നത് നീ തന്നെയാണ്. അത് കേട്ട് റൂംമേറ്റ് ചിരിക്കുകയാണ്. നീ എന്താ തമാശ പറയാണോ? എന്താടി പറ്റിയേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അപ്പൊ ഹീറോയിൻ, അതെ, ഇത് തമാശയായിട്ട് എന്നെ കൂട്ടിക്കോ. എനിക്ക് സ്നേഹത്തോടെ തന്ന ഈ കേക്കില്ലേ, അതൊന്ന് നീ കഴിച്ചു കാണിക്കോ? പ്രൂവ് ചെയ്, ഇതിലൊന്നുമില്ലാന്ന് പ്രൂവ് ചെയ്. അവള് വീണ്ടും ചിരിച്ചിട്ട്, നിനക്ക് എന്താടി പറ്റിയേ? എന്നെ എന്തിനാ സംശയിക്കുന്നു? മതി കളിയാക്കിയത്. അപ്പൊ ഹീറോയിൻ, ശരി എന്നാ വേണ്ട,
ഞാൻ ഈ കേക്ക് കൊണ്ടുപോയി പോലീസുകാർക്ക് കൊടുക്കാം, അവര് കണ്ടുപിടിക്കട്ടെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് എന്നും പറഞ്ഞ് ഇവളെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് റൂംമേറ്റിന്റെ സ്വഭാവം മാറുന്നത്. അവള് മുടി പിടിച്ച് വലിച്ച് ഇവളെ നിലത്തേക്കിടും. താഴെ വീണ പെണ്ണ്, ഞാനൊരു മോശം റൂംമേറ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ അതുകൊണ്ടാണോ നീ എന്നെ കൊന്നത്, അതൊക്കെ ഒരു കാരണമാണോടി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ കാരണം ഈ നഴ്സമ്മ പറയുന്നത്. റൂംമേറ്റിന് മറ്റേ ഡോക്ടറെ ഇഷ്ടമായിരുന്നു, എന്നാൽ ആ ഡോക്ടർക്ക് നമ്മുടെ ഹീറോയിനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്റെ ചെറുക്കനെ നീ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ ഓരോ തവണയും നമ്മുടെ ഹീറോയിനെ കൊന്നുകളഞ്ഞത്. പക്ഷെ ഭാഗ്യത്തിന് ഇപ്രാവശ്യം അവളുടെ കാലി ഒരു ചവിട്ടും കൊടുത്തിട്ട് അതേ കേക്ക് നഴ്സിന്റെ വായിലേക്ക് കുത്തിത്തിരികി ചാടി തൂങ്ങിപ്പിടിച്ച് ഇവള് നഴ്സിനെ ചവിട്ടി ബിൽഡിങ്ങിന്റെ മണ്ടേന്ന് താഴത്തേക്കിടും. താഴെ വീണ് നഴ്സ് മരണപ്പെടുന്നു. എന്നാൽ ഇവളെ കൊല ചെയ്യാൻ ശ്രമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മറ്റേ പെണ്ണ് മരണപ്പെട്ടതുകൊണ്ട് തന്നെ കേസ് ഹീറോയിന്റെ തലയിലേക്ക് വരുന്നില്ല. അവളെ പോലീസുകാർ വെറുതെ വിടുന്നു. എല്ലാ മരണക്കുഴപ്പങ്ങളും അതോടുകൂടി അവസാനിക്കുന്നു. ഇവളെ ബെഡ്റൂം ക്രൈം സീനായതുകൊണ്ട് തന്നെ അവിടെ കിടക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഇന്ന് രാത്രി നിനക്ക് വീണ്ടും എന്റെ മുറിയിൽ കിടക്കാം, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അന്ന് രാത്രിയും ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, സമാധാനമായിട്ട് കിടക്കാൻ വായോ എന്ന് പറഞ്ഞ് ഇവൻ അവളെ തന്റെ മുറിയിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ട് പോകുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവളെ ഫോൺ റിങ് ചെയ്യാണ്. എല്ലാ ദിവസത്തെയും പോലെ, നമ്മുടെ കാട്ടറും എല്ലാ ദിവസത്തെയും പോലെ, നീ ഉറക്കത്തിലായിരുന്നോ, ഇപ്പോഴാണോ എഴുന്നേറ്റത്, എന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഇവള് പേടിച്ച് അരണ്ട് പോവാണ്. വീണ്ടുമോ, ഇത് വീണ്ടും സംഭവിക്കുന്നു. പെട്ടെന്ന് കാട്ടർ ചിരിച്ചിട്ട് പറയും, പേടിക്കണ്ട, ഞാൻ നിന്നെ പറ്റിച്ചതാ, നിന്റെ ഫോണിലേക്ക് ഞാൻ തന്നെയാണ് വിളിച്ചത്. ഇന്ന് 18th അല്ല 19th ആണ്, യു മെയ്ഡ് ഇറ്റ്. ഒരു ദിവസം കഴിഞ്ഞു. ഇവള് കൊല്ലുവടാ നിന്നെന്നും പറഞ്ഞ് ചാടി പിടിച്ച് അവനെ തല്ലാൻ തുടങ്ങും. ഇവനാണെങ്കിൽ ബെഡിലേക്ക് തള്ളിയിട്ട് ഉമ്മ കൊടുക്കാം. 19th അല്ലേ, നമുക്ക് ആഘോഷിക്കണം, ഇനിയുണ്ട് ആഘോഷം. അവിടെ വെച്ച് ഹാപ്പി ഡെത്ത് ഡേ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡിയും ഫീൽ ഗുഡും ത്രില്ലിങ്ങും കലർന്നൊരു മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.